പ്രിയൻ സാറിന്റെ അടുത്താണെങ്കിലേ ഓരോ ഡയറക്ടേഴ്സിന് ഓരോ രീതി ഉണ്ടല്ലോ. സാറിൻ്റെ അടുത്താണ് ഏറ്റവും ഫണ്ണ്. സാറ് നമ്മൾ യൂഷ്വലി ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒന്ന് റിഹേഴ്സ് മോണിറ്റർ നോക്കാൻ മോനെ ചെയ്തിട്ട് ടേക്കിലേക്ക് പോകാമെന്ന്. ഞാൻ വിസിലൊക്കെ അടിച്ച് ഈ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ആ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ടേക്കാ അത് റിഹേഴ്സൽ അല്ലായിരുന്നു. ഉർവശി മാമിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അത്രയും വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ബൈക്കിൽ കൊണ്ടുപോവാ. ഞാൻ ആദ്യമായിട്ട് അന്നാണ് കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്തോ ഈ മാങ്ങ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഫുള്ള് സ്ക്രിപ്റ്റൊക്കെ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി കാഷ്വലി അവിടെ അത്രയും എക്സ്പീരിയൻസ് അല്ലേ. ഷീ ഈസ് സോ പവർഫുൾ ദാറ്റ് ആ ഒരു 2 minutes ഓഫ് കോൺവെർസേഷൻ വാസ് ഐ ഫെൽറ്റ് ഷീ ഈസ് മൈ അപ്പത്ത. ഐ ഫെൽറ്റ് ഐ എം ശക്തി. 8 വർഷമാ ഒരു വരവേ ഇല്ല. ഓഡിഷൻ പോയ സമയത്ത് മൂൺ വാക്കിൻ്റെ ടീം പറഞ്ഞായിരുന്നു മുടി വെട്ടണ്ട, മുടി ഇച്ചിരി വളർത്തേണ്ടി വരും. ഞാൻ പറഞ്ഞു പിന്നെന്താ മുടിയൊക്കെ വളർത്താം, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പക്ഷേ ഗ്രാമവൃക്ഷത്തിൽ പോയില്ല. ഐ ഹാഡ് ടു കട്ട് മൈ ഹെയർ. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ സുമേഷ് മറ്റേ പുള്ളിക്കാരൻ എന്നെ ചേട്ടൻ വിളിക്കുന്നു, ഇതർത്ഥ നീ മുടി വെട്ടിയിട്ടില്ലല്ലോ അല്ലേ. ഞാനിങ്ങനെ ഒന്നും പറയാതെ ഞാൻ നിൽക്കുക, എങ്ങനെ എടോ നീ മുടി വെട്ടിയാന്ന് പറഞ്ഞത്. ടീച്ചർ എന്നൊരു പടത്തിൽ ഞാൻ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. പടം കണ്ടപ്പോൾ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തെണ്ടി ദുഷ്ടൻ, ഇവനൊക്കെ കൊല്ലണം ഇങ്ങനത്തെ ചെക്കന്മാരെ. അന്ന് 9ാം ക്ലാസ്സിൽ ഓഡീഷന് പോയി പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞ ആ കുട്ടി ഉണ്ടല്ലോ, അതെന്റെ കണ്ണ് നിറയുന്ന ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ആ റോളിന് സൂട്ടബിൾ അല്ല ഞാൻ. അപ്പൊ അവരങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഒറ്റ കരച്ചിൽ. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഹായ് എവ്രി വൺ, വെൽക്കം ടു വൈബ് ചെക്ക്. ദിസ് ഇസ് മീ ജുവൽ. ആൻഡ് വൈബ് ചെക്കിൽ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ ഒരു ബഡ്ഡിങ് ആക്ടറാണ് സിദ്ധാർത്ഥ് ബാബു. മൂൺ വോക്കിലൂടെ നല്ല പരിചയമുള്ള ഫേസ് ആയിരിക്കും നമ്മുടെ ഷിബു അല്ലെ. മൂൺ വോക്കിലെ ആ ഒരു ഇൻട്രഡക്ഷൻ സീനില്ലേ, ഷിബുവിനെ പ്ലേസ് ചെയ്യുന്ന സീൻ, ആ ഫ്രോഗിനെ വരച്ചോണ്ട് എനിക്ക് ആ സീനിൽ തന്നെ ഈ ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് പിടികിട്ടി എന്നുള്ളതാ. നല്ല രസത്തിൽ അത് അഭിനയിച്ചിട്ടുണ്ട്. സോ എങ്ങനെയായിരുന്നു മൂൺ വോക്ക്? ഇപ്പം മൂൺ വോക്ക് ആയിരുന്നല്ലോ ആദ്യത്തെ കൊമേഴ്ഷ്യൽ മൂവി. അതിലേക്ക് ചെന്നപ്പോൾ, ആ ലൊക്കേഷനിലേക്ക് ചെന്നപ്പോൾ ഫീൽ എന്തായിരുന്നു? ഫീല് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ടെൻഷൻ എല്ലാ ആക്ടേഴ്സിനും ഫസ്റ്റ് ഫിലിം ആകുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കംഫർട്ടായത് ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് മുമ്പേ തന്നെ ഒരു 3 months ഓഫ് ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിട്ടിയൊരു കംഫർട്ട് ആയതുകൊണ്ട് ഷൂട്ടിന് പോയപ്പോൾ അങ്ങനെ ഒരു ലൈക്ക് ക്യാമറ ലൈക്ക് പബ്ലിക്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ വരുന്ന ക്രൗഡൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇച്ചിരി ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒരു 5-6 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് സെറ്റായി, ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങി. അതിലൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡാൻസിങ് തീമാണല്ലോ വരുന്നത്. ഡാൻസേഴ്സ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അപ്പൊ അതിന് ഫിസിക്കലി നമ്മൾ കുറെ റെഡി ആവേണ്ടേ. ഓൾറെഡി ഒരു ഡാൻസർ ആണ്, എന്നിരുന്നാൽ പോലും പഴയ സ്റ്റൈലിലുള്ള ഒരു പ്രത്യേക സ്റ്റൈലും പിടിച്ചിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായിരുന്നു? അത് നമ്മുടെ കൊറിയോഗ്രാഫർ ശ്രീജിത്ത് ആശാനായിരുന്നു. പിന്നെ ജിഷു ചേട്ടനും കുറച്ച് തനൂജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ മുംബൈയിൽ നിന്ന് വന്ന് ഒരു 2 weeks എന്തോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാവുന്ന സ്റ്റൈലിനെ അൺലേൺ ചെയ്തിട്ട് പണ്ടത്തേക്ക്, അതായത് 80s പീരീഡിൽ സംഭവിച്ചൊരു കഥയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു സ്റ്റൈൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ അൺലേൺ ചെയ്ത് പുതിയൊരു സാധനം പഠിക്കുന്നത് തുടക്കത്തിൽ ഇച്ചിരി എവറിത്തിങ് വാസ് ന്യൂ ടു മീ. പിന്നെ പറഞ്ഞ പോലെ അത് ഒരു പ്രാക്ടീസ് ആവുമല്ലോ. 1 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി റിതം, ഈ പടത്തിന് എന്താണ് മീറ്റർ ആവശ്യം. അത് ലൈക്ക് നമ്മൾ അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പറന്ന് കമന്ന് അങ്ങനെ ഡാൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ദെൻ 80s സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റൈൽ, ആ ഒരു ഫോം നമുക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു. അത് എല്ലാം ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ, എല്ലാവരും പട്ടിപ്പടി ചെയ്യുമ്പോൾ അതിലൊരു രസമല്ലേ, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ. ലാംഗ്വേജിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റൈൽ പിടിച്ചല്ലേ സംസാരിച്ചിരിക്കുന്നത്. പഴയതുമാണ്. കൊല്ലം ട്രിവാൻഡ്രം ഏരിയ അല്ലേ? അതിനും ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞാനാണെങ്കിൽ എനിക്ക് മലയാളം വായിക്കാൻ എല്ലാ രീതിക്ക് അറിയില്ല. ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട്, ജനിച്ചു വളർന്നത് അവിടെ ആയതുകൊണ്ട്. പിന്നെ എൻ്റെ കൂടെ വന്നവരും എല്ലാവരും ട്രിവാൻഡ്രം ഒന്നും അല്ല, 1-2 പേര് ട്രിവാൻഡ്രം ആയിരുന്നു. പിന്നെ എറണാകുളത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആക്ടേഴ്സൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോൾ ഈ കടകളിലും അവിടെ മാർക്കറ്റ്സിലൊക്കെ ഞങ്ങൾ സൺഡേസ് ഇറങ്ങാറുണ്ട്. അവിടെയുള്ള ആൾക്കാരായിട്ടൊക്കെ ഇങ്ങനെ കോൺവെർസേറ്റ് ചെയ്ത് അങ്ങനെ നാച്ചുറലി ഓർഗാനിക്കലി ഒരു സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറേ ട്രെയിനൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ കിട്ടി. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഈ ട്രിവാൻഡ്രം ആക്സെന്റ് വിടാൻ പറ്റില്ല. അങ്ങനെ അച്ഛനമ്മയുടെ അടുത്തൊക്കെ യൂഷ്വലി കണ്ണൂർ ആക്സെന്റിലായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ.
ഈ പടം കഴിഞ്ഞ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഫുള്ള് ട്രിവാൻഡ്രം ആക്സെന്റിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അച്ഛനും അമ്മ എന്തെന്ന് പറഞ്ഞു? ഞാനിത് പേർപ്പസ്ഫുള്ളി പറയുന്നതല്ല. അത് ഈ ത്രീ മന്ത്സ് അല്ലല്ലോ, 3 months ഓഫ് ട്രെയിനിങ്, അതല്ലാതെ ഒരു 3-4 months ഓഫ് ഷൂട്ടും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്ര ഓൾമോസ്റ്റ് ഇയർ ഞാൻ ആ ഒരു ട്രിവാൻഡ്രത്ത് നിന്നിട്ട് വീട്ടിൽ പോകുമ്പോഴൊരു ഫുൾ ചുറ്റിലും എല്ലാവരും ട്രിവാൻഡ്രം ബേസ്ഡ് ആൾക്കാരായിട്ടായിരുന്നു കണക്ഷൻസ് ആ സമയത്ത്. അപ്പോൾ ചില വാക്കുകളൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ചിലത് അവരെന്തോ നീ കളിയാക്കി പറയാ ഇങ്ങനെ അങ്ങനെ കാരണം ഒന്നാമത്തെ കണ്ണൂർ ആക്സെന്റ് വാട്ട് ഐ ഫീൽ ഇസ് ചില സമയത്ത് കണ്ണൂർ ആക്സെന്റ് ഞാൻ വേറെ ഇപ്പം എറണാകുളത്ത് വന്നിട്ട് ഞാൻ കണ്ണൂർ ആക്സെന്റ് സംസാരിക്കുമ്പോൾ ചില സ്ഥലത്ത് അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില വാക്കുകൾ ടോണൊക്കെ അവർക്ക് അങ്ങനെയാ തോന്നിയത്. അതായത് എൻ്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ എന്തോ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നിയത്. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് മാറി. പിന്നെ നമ്മൾ വേറെ പടങ്ങൾ ചെയ്തു തുടങ്ങി, തമിഴ് 1-2 പ്രോജക്ട്സ് ചെയ്തു തുടങ്ങിയപ്പോൾ അത് ബാക്ക് ടു ട്രാക്ക് ആയി. ഓൾദോ അത് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നെങ്കിൽ കൂടി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ. അതിന് മുമ്പ് ഞാൻ ചെയ്തത് ഗ്രാമവൃക്ഷത്തിലെ കൊയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ KP കുമാരൻ എന്നൊരു ഡയറക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ പടത്തിലാണ്. അതായിരുന്നു എൻ്റെ ലൈക്ക് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. ലൈക്ക് പ്രോപ്പർലി ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ വലിയ ക്യാമറയും അത്രയും വലിയൊരു ക്രൗഡിലും ലൈറ്റ് യൂണിറ്റും ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതാണ്. പക്ഷെ അത് പറഞ്ഞ പോലെ അതൊരു കമേഴ്ഷ്യൽ ഫിലിം അല്ല. ബട്ട് ദെൻ ദാറ്റ്സ് മൈ ഫസ്റ്റ് പ്രോജക്റ്റ്. ഗ്രാമവൃക്ഷത്തിലെ കോയിൽ കുമാരനാശാന്റെ ബയോഗ്രാഫി ആയിരുന്നു. അതിൽ കുമാരനാശാന്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഭയങ്കര വലിയ പക്ഷെ എനിക്ക് വിഷമം എന്ന് വെച്ചാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അത്രയും വലിയൊരു മനുഷ്യന്റെ ആളുടെ ബയോഗ്രാഫിയിൽ അഭിനയിക്കുമ്പോൾ എനിക്കാണെങ്കിൽ മലയാളം അവർക്കും അറിയില്ലായിരുന്നു എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം. അവർ സ്ക്രിപ്റ്റ് കൈ തന്നിട്ട് ഒറ്റ പോക്ക് പോയി. ഞാനാണെങ്കിൽ ഇവിടെ കസേര ഇട്ടിട്ട് എല്ലാവരും അവരുടെ തിരക്കിലാണല്ലോ. ഷൂട്ടിന്റെ അന്ന് രാവിലെ ലൊക്കേഷനിലാണ് അവർ അറിയുന്നത് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞൂല, അവർ ചോദിച്ചില്ല. അതങ്ങനെ പുള്ളിക്കാരൻ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സുനിത ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയായിരുന്നു കാസ്റ്റിംഗ് ചെയ്തത്, എന്നെ അതിൽ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ആ സമയത്ത് ചെന്നൈയിലൊരു എക്സാമിലായിരുന്നു, കോളേജ് സമയത്തായിരുന്നു, ഫസ്റ്റ് ഇയർ എന്തോ. ഇതുപോലെ ട്രിവാൻഡ്രത്ത് വരണം, എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ചപ്പോൾ മറ്റന്നാൾ തന്നെ വരണം, സാറിന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു സ്പേസ് തരും, ഒന്ന് റെഡിയൊക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ട് സാറിന് പോയി കാണാം. അവർ നേരെ കൊണ്ടുപോയത് സാറിന് വീട്ടിലേക്കാണ്. ഞാനാണെങ്കിൽ ഷോർട്സും സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് ബസ്സിൽ ട്രാവൽ അല്ലേ, ഞാൻ ഭയങ്കര കംഫി ക്ലോത്ത്സിലൊക്കെ പോയിട്ട് ഞാൻ ഫുൾ പ്രിപ്പറേഷൻ. എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറയും, ആദ്യത്തെ പടം, അപ്പോൾ എന്തായാലും പെർഫോം ചെയ്യാൻ പറയുമല്ലോ. ഞാൻ അതിന് മുന്നേ കുറേ ഓഡിഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാം. ഞാൻ അവിടെ പോയപ്പോൾ സാറിന് മുടി ഒന്ന് വെട്ടേണ്ടി വരും, എന്നാൽ സിദ്ധാർത്ഥ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞങ്ങൾ മീറ്റ് ചെയ്തുള്ളൂ. ഞാൻ അപ്പം തന്നെ തിരിച്ച് അവർ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെന്നൈ എത്തി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓഡീഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതല്ലേ? ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ അന്നേരം തന്നെ ഈ സിനിമ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ? എപ്പോൾ തുടങ്ങി, എപ്പോഴായിരുന്നു മനസ്സിൽ കയറി പറ്റിയത്? അത് ഞാൻ 9th പഠിക്കുമ്പോൾ ഞാൻ റിയാലിറ്റി ഷോ ചെയ്യായിരുന്നു, ഒരു ഡാൻസ് റിയാലിറ്റി ഷോ ചെന്നൈയിൽ, തമിഴ്നാട്ടിലൊരു സീയിലൊരു ഷോ. അപ്പോൾ അതിൽ ചെയ്തു തുടങ്ങിയപ്പോൾ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് ജഡ്ജസ് ഇങ്ങനെ സിദ്ധാർത്ഥ് ഐ തിങ്ക് യു ഷുഡ് ട്രൈ ആക്ടിങ് ടു, ഐ തിങ്ക് യു ഹാവ് സച്ച് പൊട്ടൻഷ്യൽ ഇൻ യു അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞു എനിക്ക് ഓക്കെ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഓഡിഷൻസ് കൊടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഡിഷൻ മാത്രമേ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഓഡിഷൻ മാത്രം എൻ്റെ അച്ഛനും അമ്മയായിട്ട് പോയി. ഈറോഡ് പെരുന്തുറയിലായിരുന്നു, എറണാകുളത്തായിരുന്നു, ഇവിടെ എടശ്ശേരി ഹോട്ടലിൻ്റെ അവിടെ ആയിരുന്നു ഓഡിഷൻ. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഓഡിഷൻ ഇവിടെ. പിന്നെ ഇൻട്രസ്റ്റ് വന്നത് അങ്ങനെയാണ്. അവിടെ ജഡ്ജസ് സിമ്രൻ മാം ആയിരുന്നു, പിന്നെ ശ്യാം എന്നൊരു ആക്ടർ പുള്ളിക്കാരൻ, പിന്നെ ഈ ലുങ്കി ഡാൻസിൻ്റെ കൊറിയോഗ്രാഫർ ചിന്നി പ്രകാശ് എന്നുള്ള കൊറിയോഗ്രാഫറാണ്. അവർ 3 പേര് മാറി ബ്രേക്കിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് പറയും, നീ ആക്ടിങ് ട്രൈ ചെയ്യുന്നുണ്ടോ, ഓഡിഷൻസ് ഒക്കെ ചെയ്തു തുടങ്ങുക, യു മൈറ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് വന്ന് ചെയ്തതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഓഡിഷൻ വന്നു പറഞ്ഞില്ലേ, അവിടുത്തെ ഒരു മെമ്മറി എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. കാരണം എനിക്കറിയില്ല ഹൗ ദിസ് ഓഡിഷൻ ആക്ച്വലി വർക്ക്സ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് കിട്ടും, എനിക്കറിയാമല്ലോ. ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ വീട്ടിൽ കുറേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഡബ് സ്മാഷും അതൊക്കെ വന്നു തുടങ്ങി. പക്ഷെ അതൊരു 15 seconds എന്തോ ഉണ്ടായിരുന്നു ഡ്യൂറേഷൻ. ഒരു വീഡിയോ, ഒരു ഡബ് സ്മാഷിൻ്റെ ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് 15-20 seconds എന്തോ ഉണ്ടുള്ളൂ. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് തന്നെ 4 minutes 5 minutes മോണോലോഗ്സ് ആണ്. ഞാൻ അങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ മൈൻഡിൽ ഇത്രയും ദൂരം
എനിക്ക് മെമ്മറൈസ് ചെയ്ത് പെർഫോം ചെയ്യാൻ, ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഓഡിഷൻസിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ പോയി രാവിലെ നിന്നു, ലൈനിൽ നിന്ന് വൈകിട്ടായപ്പോൾ അച്ഛൻ പോയി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മയും പോയി ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സിദ്ധാർത്ഥ ഒന്ന് വിളിക്കും, എപ്പോൾ വിളിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി നിന്നപ്പോൾ തന്നെ സിദ്ധാർത്ഥന് ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞിട്ടേക്ക് എന്ന് പറഞ്ഞു. എന്നെ പെർഫോം ചെയ്യാനൊന്നും പറഞ്ഞില്ല. ചിലരൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ സൂട്ടബിൾ ആവില്ലെന്ന്. അപ്പൊ ആ റോളിന് സൂട്ടബിൾ അല്ല ഞാൻ. അപ്പൊ അവരങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ബാത്റൂമിലൊക്കെ പോയി ഒറ്റ കരച്ചിൽ. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു ഏജിന്റെ മെച്യൂരിറ്റിയും കൂടെ അല്ലല്ലോ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ ആൾക്കാരൊക്കെ കുറെ ഇങ്ങനെ, ഞാൻ കേട്ട് വന്നത് സിദ്ധാർത്ഥ് യു ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. ആ ഒരു തലയിൽ കേട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ദിസ് ഈസ് നോട്ട് ഇറ്റ്. ഇതിന് കുറച്ചുകൂടെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. നമ്മൾ ഈ കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ, ഇത് ഓവർ കോൺഫിഡൻസ് ആണ്, ഇങ്ങനെ അല്ല വേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചു പോയി. അന്ന് തൊട്ട് ഇതുവരെ ഞാൻ അതിനുശേഷം ഒരുപാട് ഓഡിഷൻസ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 60-70 ഓഡിഷൻസ് നേരിട്ട് പോയി ചെയ്യുന്ന ഓഡിഷൻസ് തന്നെ ഓൾമോസ്റ്റ് ഒരു 60 സംതിങ് ഞാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഈ സെൽഫ് ടേപ്പ് ഒക്കെ എടുത്ത് അയക്കുന്നതും ഉണ്ട് അന്ന് തൊട്ട്. പക്ഷെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. എൻ്റെ പേരൻസിനെ കൂട്ടി ഞാൻ കൊണ്ടുപോയത്. അതിനുശേഷം ഞാൻ കൂട്ടിക്കൊണ്ട് പറ്റിയില്ല. ഈ മൂൺ വോക്കിന്റെ ഓഡിഷൻ ത്രൂ തന്നെയല്ലേ? അപ്പൊ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, യു ആർ സെലക്ടഡ് എന്ന് പറയുമ്പോ, അതും മറ്റേ ആ ഫസ്റ്റ് ഓഡിഷനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ എന്തായിരുന്നു ആ ഒരു ഫീൽ? അതിലൊരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ ഓഡിഷൻ അയച്ചത് ഒരു ഇത് കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ്. അപ്പോൾ അതില് ഈ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ, ഇത് 6 feet ടോൾ, പിന്നെ കേർലി ഹെയർ, ലോങ് കേർലി ഹെയർ, ഷുഡ് നോ സ്വിമ്മിങ്, ഇങ്ങനെയൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഹൈറ്റും എൻ്റെ വെയിറ്റും എൻ്റെ ഹെയർ ടെക്സ്ചർ എല്ലാം വേറെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അയച്ചതാ. വേറെ എന്തെങ്കിലും ക്യാരക്ടർ കിട്ടുമല്ലോ. ഒരു സിനിമ ആകുമ്പോൾ ഒരു ക്യാരക്ടർ മാത്രമല്ലല്ലോ, കുറേ ചെറിയ ചെറിയ കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ അയച്ചു വിട്ടതാ. എന്നിട്ട് എനിക്ക് പെട്ടെന്നൊരു ദിവസം അവരുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു, ഇതുപോലെ എറണാകുളത്ത് വരണം, മീറ്റ് ചെയ്യണം ഓഡിഷന് വേണ്ടിയിട്ട്. ഞാൻ പോയി. എൻ്റെ മൈൻഡിൽ അപ്പോഴും കുറേ ആൾക്കാർ കാണും, ഓഡിഷനിൽ ലൈനിൽ നിൽക്കണം, ആ സെയിം ഫോർമാറ്റാണ്. ഞാൻ അതുപോലെ പോയി നിൽക്കേണ്ടി വരും. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് വിളിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ പോയത്. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ കുറച്ച് നേരത്തിൽ ഇതാണ് സിദ്ധാർത്ഥ ഐഡിയ, ഇതാണ് 4-5 ക്യാരക്ടേഴ്സ് നമ്മൾ ഷഫിൾ ചെയ്ത് നോക്കാം, സിദ്ധാർത്ഥന് ഏതാണ് വർക്ക് ആവുന്നത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ക്യാരക്ടേഴ്സും മാറി മാറി, അതായത് ഇതിലുള്ള ഷിബു, ജേക്ക്, പിന്നെ സുദീപ് അണ്ണൻ, ഇതുപോലെ കുറേ ക്യാരക്ടേഴ്സ് മാറി മാറി ചെയ്തു. അങ്ങനെ ചെയ്ത് വൈകിട്ടായപ്പോൾ ഒരു 5 മണി വരെ എന്നെ ചെയ്യിപ്പിച്ച്, ഡാൻസ് ചെയ്യിപ്പിക്കുന്നു, വേറെ എന്തെങ്കിലും സ്കില്ലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ഓരോന്ന് ചെയ്ത് എനിക്ക് അറിയാവുന്നതൊക്കെ ഒപ്പിച്ചിങ്ങനെ പോകുന്നു. വൈകിട്ടായപ്പോൾ അവർ തിരിച്ച്, ജോമിത്തേട്ടനാണ് എന്നെ ബൈക്കിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 5:30 ട്രെയിനാണ്, റിട്ടേൺ ട്രെയിൻ. എനിക്ക് പിറ്റേ ദിവസം എക്സാം ഉണ്ട് ചെന്നൈയിൽ. ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്ക് കിട്ടുമോ എന്തെങ്കിലും ചെറിയ കാര്യം? ആടാ നിനക്ക് കിട്ടും, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വിട്ടതാ. പിന്നീട് എനിക്ക് ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കിട്ടി. അതിന് മുമ്പേ കിട്ടിയിട്ട് ഞാൻ ഷൂട്ടിന് പോയപ്പോൾ ഇവർ അന്ന് എൻ്റെ അടുത്ത് ഓഡിഷൻ സെലക്ട് ആയില്ല. ഓഡിഷൻ പോയ സമയത്ത് മൂൺ വാക്കിൻ്റെ ടീം പറഞ്ഞായിരുന്നു, മുടി വെട്ടണ്ട, മുടി ഇച്ചിരി വളർത്തേണ്ടി വരും. ഞാൻ പറഞ്ഞു പിന്നെന്താ, മുടിയൊക്കെ വളർത്താം, എനിക്കൊരു പ്രശ്നമില്ല, മുടിയൊക്കെ ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഐ ഹാഡ് ടു കട്ട് മൈ ഹെയർ. അപ്പം എൻ്റെ മൈൻഡിൽ ഈ മൂൺ വാക്കിൻ്റെ ഇതിൽ ഞാൻ സെലക്ട് ആവില്ലായിരിക്കും എന്നുള്ള ഇതിൽ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുമില്ല, മുടി വെട്ടിക്കോട്ടെ എന്ന്. എനിക്ക് ആ ഒരു പ്രൊഫഷണലിസം ഒന്നും എനിക്ക് അറിയില്ല ആ സമയത്ത്. ആ എത്തിക്സ് ഒന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഗ്രാമവൃക്ഷത്തിലേക്ക് സെറ്റിലേക്ക് പോകുന്നു. എന്നെ ഫുള്ള് മുടി കട്ട് ചെയ്യുന്നു, ചെറുതാക്കി. ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ സുമേഷ്, മറ്റേ പുള്ളിക്കാരൻ, എന്നെ ചേട്ടൻ വിളിക്കുന്നു, സിദ്ധാർത്ഥ നീ മുടി വെട്ടിയിട്ടില്ലല്ലോ അല്ലേ, നമുക്ക് സെക്കൻഡ് ലെവൽ ഓഫ് ഓഡിഷൻ ഉണ്ട്, അതിൽ മോസ്റ്റ്ലി നീ ഉണ്ടാവും, ഈ പടത്തിൽ നീ ഉണ്ടാവാനാണ് 90% ചാൻസസ്, മുടി വെട്ടിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്നും പറയാതെ ഞാൻ നിൽക്കുക, എങ്ങനെ മുടി വെട്ടി ഇത് പറയണോ വേണ്ടോ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു, സുമേഷ് ചേട്ടാ ഞാൻ മുടി വെട്ടി. എടോ നീ മുടി വെട്ടിയാന്ന് പറഞ്ഞിട്ട്, പിന്നെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഷൂട്ട് തുടങ്ങാൻ ഇച്ചിരി സമയം എടുക്കും, വളർന്നോട്ടെ, ഇനി വെട്ടല്ലേ, ചോദിക്കാണ്ട് വെട്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് സെലക്റ്റായി. സെക്കൻഡ് ലെവൽ ഓഡിഷൻ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ട്രെയിനിങ്ങിന് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു അവർ. ഞാൻ പടത്തിൽ കയറി, ഞാൻ ഉണ്ട്, എൻ്റെ ക്യാരക്ടറൊന്നും ഫിക്സ് ആയിട്ടില്ല, പക്ഷെ മൂൺ വാക്കിൽ ഞാൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. ഞാൻ ആദ്യം വന്ന് ഞാൻ കയറുന്നത് ഈ സെയിം ഹോട്ടൽ വേർ ഐ ഗേവ് ദ ഫസ്റ്റ് ഓഡിഷൻ, എടശ്ശേരി. ആ ഹോട്ടലിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഓഡിഷൻ കൊടുത്തത്. സെയിം ഹോട്ടലിൽ ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ കയറി. അപ്പൊ അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്കറിയില്ല ഈ ഹോട്ടലൊന്നും. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ ഇത് എവിടെയോ ഞാൻ കണ്ടിട്ടില്ലല്ലോ, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ
സെയിം ഹോട്ടൽ, ഞാൻ കയറുന്ന സെയിം ആ ഒരു ആംബിയൻസ് ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവല്ലോ. ഞാൻ ഇരുന്ന സ്ഥലവും അച്ഛനും അമ്മയ്ക്ക് ഇരുന്ന സ്ഥലമൊന്നും ഇല്ല ഇരിക്കാൻ. ഞങ്ങൾ താഴെ നിലത്തും പാർക്കിങ്ങിന്റെ അവിടെ ബൈക്കിന്റെ മേളിലും പിന്നെ പുറത്ത് കിട്ടുന്ന സ്ഥലത്തൊക്കെ ചായക്കടയിലൊക്കെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത്രയും തിരക്കാ. ഈ മൂൺ വാക്കിലെ ഈ ഷിബുവിന്റെ ക്യാരക്ടർ ആർക്ക് മനസ്സിലായപ്പോ എന്താ തോന്നിയത്? അത് ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു 3 മാസം ഒരു സെയിം ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ ഞങ്ങൾ ഇതൊക്കെയാണ്, ഐ മീൻ ഈ ക്യാരക്ടർ ഇയാളാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ബിഫോർ ഷൂട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അതുവരെ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ സ്ക്രിപ്റ്റും ഇരുന്ന് വായിക്കുന്നതും എല്ലാവരും വായിച്ച് കേൾപ്പിച്ചതൊക്കെ. അപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്ക് ഷിബു കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. എല്ലാവർക്കും അവരവരുടെ ക്യാരക്ടറും അതേപോലെ തന്നെ എല്ലാവരും പറയുന്നത്, എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ, സിദ്ധാർത്ഥ നിനക്ക് ഷിബു ആയിരിക്കുമോടാ, നിനക്ക് എനിക്ക് തോന്നുന്നു നിന്നെ കണ്ടിട്ട് ഷിബു ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇരിക്കുകയാണ്. ലാസ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് ഫുള്ള് തീർത്തതിന് ശേഷമാണ് ഇവർ പറയുന്നത് 50-60 പേജസ് എന്തോ ഉണ്ട്. ഫുള്ള് വായിച്ച് ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്യാരക്ടേഴ്സ് പറഞ്ഞു തുടങ്ങി, ഷിബു സിദ്ധാർത്ഥാണ് കേട്ടോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നിട്ട് പിന്നെ കോൺഫിഡൻസ് വന്നു. എനിക്കറിയാമല്ലോ, ഞാൻ ഓൾറെഡി ഈ ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് 1-2 സീൻസ് ഒക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ ട്രെയിനിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സീൻസ് ആയിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്തിട്ട് 1-2 ഞങ്ങൾ ചെയ്തുള്ളൂ. അതിലും ഷിബു അതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഈസിലി, ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട്. അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി, നല്ല ഹാപ്പിയായി. ഏറ്റവും എൻജോയ് ചെയ്ത സീൻ ഏതാ ഷിബു ആയിട്ട്? ഷിബുവായിട്ട് ആ ഒരു സീൻ തന്നെയായിരുന്നു. മറ്റേ വീട്ടിലേക്ക് കയറി ഇവിടെ ഷഹനയുണ്ടോ ചോദിക്കുന്ന സീൻ. ഷിബു ഷഹനുണ്ടോ? ഉണ്ടല്ലോ, എന്തിനു വേണോ? റെക്കോർഡ് വരച്ചായിരുന്നു. അന്നത്തെ ദിവസം ബാക്കി ആർക്കും ഷൂട്ടില്ല, ഐ മീൻ നൈറ്റ് ഷൂട്ടായിരുന്നു അത്. അന്ന് നൈറ്റ് വേറെ ആർക്കും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ആൾക്കാർ, നമ്മുടെ ബോയ്സ് ഒക്കെ ഉണ്ട് ചുറ്റിലും. ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്യും, ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവള് ഹർഷിത, ഷഹനയായിട്ട് ചെയ്ത കുട്ടി, അവളും ഞാനും ആ സമയത്ത് നല്ല ഭയങ്കര ഫ്രണ്ട്ലിയും അല്ല. അതായത് ഞാനും ചെറുതാണല്ലോ, ഞാൻ ആ സമയത്ത് അധികം ആൾക്കാരായിട്ടൊക്കെ അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നു, അവൾ അവളുടെ സൈഡിലിരിക്കുന്നു, ഞാനാണെങ്കിൽ ഫുൾ ടെൻഷൻ, ഒറ്റയ്ക്കാണല്ലോ. പക്ഷെ അത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ഗേറ്റ് തുറന്ന് വരുന്ന ഒരു സീനുണ്ട്, വീട്ടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റ്, അതായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ അകത്തേക്ക് പോകാന്നുള്ളൊരു പാറ്റേണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ട് ഞാനിങ്ങനെ അകത്തേക്ക് കയറണം. അതൊക്കെ എനിക്ക് റിയൽ പേടിയാണ്. എൻ്റെ പേടി ക്യാമറയ്ക്ക് ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള പേടിയാണ്. ഞാനിങ്ങനെ ഗേറ്റ് തുറന്നിട്ട് അതിങ്ങനെ അടയ്ക്കണം. അതിപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ തുറന്നു പോയി. എന്നിട്ട് അകത്ത് പോയപ്പോൾ ഗേറ്റ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ തിരിച്ചു വരിക. അപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് ഇങ്ങനെ ഗേറ്റ് പിടിച്ചിട്ട് സൗണ്ട് വരാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പതിയെ അടച്ച്. എനിക്ക് തോന്നുന്നു അത് ഷോട്ടിലില്ല, പക്ഷെ ഞാൻ അന്ന് ചെയ്ത്. ഗേറ്റ് ഇങ്ങനെ തുറന്നപ്പോൾ തന്നെ കട ഇങ്ങനെ തിരിച്ചു വരിക. അപ്പോൾ ഞാൻ ഇങ്ങനെ പതിയെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് അവിടെ അപ്പം എല്ലാവരും ചിരിച്ച് നന്നായിട്ട് വന്നു ആ സാധനം. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഓക്കെ, ഈ മീറ്റർ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ അങ്ങനെ. അവിടെയുള്ള മുത്തശ്ശി ഇങ്ങനെ അച്ചപ്പം പൊടിച്ചിട്ട് കുടിക്കടാ എന്നൊക്കെ പറയുമ്പോൾ ആ എക്സ്പ്രഷനൊക്കെ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഒരു ഡയലോഗ് ഇല്ലേ കൊച്ചിനോട് പറയുന്നത്, ആന തന്നെ വേണമെന്ന്. പൂ പോരെ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണെങ്കിൽ എനിക്ക് പൂവും വരയ്ക്കാൻ അറിയില്ല, എനിക്ക് അത്ര ഡ്രോയിങ്ങിൽ ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് അല്ല. ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, എടാ നീ ശരിക്കും ഒരു ആനേനെ വരയ്ക്കണം, നീ പ്രാക്ടീസ് ചെയ്തോ. മുമ്പത്തെ ദിവസം രാത്രി ഒരാൾ പറഞ്ഞു എൻ്റെ അടുത്ത്, നാളെ ആനേനെ വരയ്ക്കേണ്ടി. ഞാൻ മുമ്പത്തെ ദിവസം രാത്രി ആനയൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഹൗ ടു ഡ്രോ ആൻ എലിഫന്റ് ഇതൊക്കെ നോക്കി ട്രങ്കൊക്കെ വരച്ച് തുമ്പിക്കൊക്കെ വരച്ച് ഏകദേശം ഒരു പരുവത്തിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ അതാണ്. അവിടെ പോയപ്പോൾ ഞാൻ ആന വരച്ച് തുടങ്ങി ശരിക്കും. അപ്പോൾ ആന വരയ്ക്കരുത്, നിനക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളതാണ് കാര്യം കാണിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു വട്ടം വരച്ചോളൂ, കാലൊരു കഷ്ടം ഇവിടെ താഴോട്ട് ഇങ്ങനെ വരച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വരച്ച് എന്നിട്ടാണ് ആ ഡയലോഗ് വന്നത്, പൂ പോരെന്ന് ചോദിച്ചാൽ മതി നീ. അങ്ങനെ കിട്ടിയതാണ്, സ്പോട്ടിൽ അങ്ങനെ ചെയ്തതാണ്. മോളെ പൂ വരെ ആന വേണം. വിത്ത് ലവ് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മൂവി, അതിന്റെ വിശേഷങ്ങൾ പറയോ? എനിക്ക് സ്ക്രീൻ സ്പേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 സീൻസിലൊന്നും ഞാൻ പ്രോപ്പറായിട്ടുള്ളൂ പടത്തിൽ. സ്റ്റോറി ആയിട്ട് വരുമ്പോൾ അവർ തമ്മിൽ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഞാൻ ഇത് കിട്ടുന്നത്, ഞാൻ മലയാളത്തിൽ വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അതായത് ആ പ്രോജക്റ്റിൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നു, ഞാൻ കൊടൈക്കനാലിലായിരുന്നു. അപ്പോഴാണ് ഈ കോള് വരുന്നത്, ഇതുപോലെ ഒരു പടമുണ്ട്, ഒരു ചെറിയ ക്യാരക്ടറാണ്, ഒരു ഓഡിഷൻ അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൻ്റെ ഇടയ്ക്ക് ഹോട്ടൽ റൂമിൽ പോയി ഓഡിഷൻ എടുത്ത് അയച്ചു. എന്നിട്ട് അവർ വിളിച്ചു നേരിട്ട് വരാൻ വേണ്ടി പറഞ്ഞു.
ഞാൻ ചെന്നൈ എത്തിയതിനു ശേഷം മീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ മദൻ പുള്ളിക്കാരൻ ബ്രോ പറഞ്ഞു, സിദ്ധാർത്ഥ് എനിക്ക് ഓക്കെ സിദ്ധാർത്ഥ് നീங்களே பண்ணுங்க എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഹാപ്പിയായി. എന്നിട്ടാണ് ഞാൻ സിക്കാവുന്നത്. ഞാൻ സിക്കായപ്പോൾ ആ പ്രോജക്റ്റ് പോയി. ഇവരുടെ പ്രോജക്റ്റ് തമിഴ് പ്രോജക്റ്റ് തുടങ്ങാൻ പോകും വിത്ത് ലവിൻ്റെ. എനിക്ക് ജോണ്ടിസ് ആയിരുന്നു, ഹെവി ആയി. ഞാൻ നല്ല സീരിയസ് കണ്ടീഷനിലായിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, കാരണം കുറേ ഫുഡ് റെസ്ട്രിക്ഷൻസും ബോഡി മൊത്തത്തിൽ ടയർഡായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെന്നെ വിളിക്കുകയാണ്, അടുത്ത ആഴ്ച ഷൂട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇങ്ങനെ പെട്ടുപോയി, എനിക്ക് വരാൻ പറ്റുമോ എന്ന് അറിയില്ല. അല്ല സിദ്ധാർത്ഥ്, ഒരു ദിവസം ഒരു ഹാഫ് ഡേ ഓഫ് ഷൂട്ടേ ഉള്ളൂ, ഒരു സീനേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നെക്സ്റ്റ് മന്തേ ഉള്ളൂ ഷൂട്ട്. അപ്പോൾ ഇവർ ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ ജോണ്ടിസ് കുറച്ചുകൂടെ കൂടി, നല്ല രീതിക്ക് ഇൻറ്റൻസ് ആയിപ്പോൾ. എൻ്റെ കളർ തന്നെ മാറിപ്പോയി. ഞാൻ ഒരു ബിലിറുബിൻ കൂടിയിട്ട് എൻ്റെ കളേഴ്സൊക്കെ മാറി, ഞാൻ ആകെ ഇങ്ങനെ ആയിപ്പോയി. എന്നിട്ട് ഞാൻ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വരാം. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് അധികം നേരം വെയിലത്ത് നിൽക്കാൻ പറ്റില്ല, കാരണം ഈ പൊള്ളുന്ന പോലത്തെ ഒരു വേദനയാണ് ഈ ജോണ്ടിസ് വരുമ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല സിദ്ധാർത്ഥ, നീ വന്ന് ചെയ്തിട്ട് നീ വാനിറ്റി പോയിരുന്നോ, നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയി പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ സിദ്ധാർത്ഥ് ഇങ്ങനെ നോക്കി എന്നെ. മൊത്തത്തിൽ ഞാൻ വേറൊരു രീതിയിലാണ്, കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് കളറ് മാറി, എൻ്റെ ഐസിൻ്റെ ഈ പ്യൂപ്പിളിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ക്ലാസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ചെയ്യാൻ പറ്റില്ലേ സിദ്ധാർത്ഥ് തന്നെ. അപ്പോഴും 1-2 ADs പറയുന്നുണ്ട് സിദ്ധാർത്ഥിനെ മാറ്റാം. പക്ഷെ മദൻ ഹി വാസ് വെരി ക്ലിയർ, സിദ്ധാർത്ഥ് തന്നെ ചെയ്യണം. എൻ്റെ മൈൻഡിൽ ഈ ക്യാരക്ടർ ജാഫർ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, ഇത് സിദ്ധാർത്ഥ് തന്നെ ചെയ്യണം. ഐ ടേക്ക് ദറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനാണ് എനിക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ഇവിടെ നിന്ന് പോയതും. അവിടെ പോയി ചെയ്തു, ഞാൻ തിരിച്ചു പോയി. എൻ്റെ ജോണ്ടിസ് വീണ്ടും കൂടി. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിക്കുക, അടുത്ത ഷെഡ്യൂളിന് 2 ദിവസം ഷൂട്ടുണ്ട്. മദൻ ബ്രോ ഡയറക്റ്റ്ലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഐ വെയിറ്റ് ഫോർ യു, ടേക്ക് യുവർ ഓൺ ടൈം. നീ 1 മാസം 2 മാസം 3 മാസം ആയാലും ഐ വെയിറ്റ് ഫോർ യു. നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, നീ റെഡി ആയിട്ട് നമ്മൾ ഷൂട്ടിന് പോവുള്ളൂ. യു ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും പറയില്ല. ആൻഡ് ഓൾസോ ഐ എം നോട്ട് ദ ലീഡ് ക്യാരക്ടർ ഇൻ ദ ഫിലിം. അനശ്വര ആൻഡ് അഭിഷാൻ അവർ രണ്ടുപേരും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ദേ ആർ ഓൾ വെരി ടാലൻറ്റഡ്. അവർക്ക് കുറേ പ്രോജക്ട്സും കുറേ കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ടാവും. അവർ എനിക്ക് വേണ്ടി, കാരണം അവരായിട്ടാണ് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്യണം ദിസ് പ്രോജക്റ്റ് ടു ഗെറ്റ് കംപ്ലീറ്റഡ്. ഞാൻ 2-2.5 മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ മദൻ ബ്രോ ഐ എം ഫൈൻ നൗ, ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഇതുപോലെ ഒരു ദിവസം വിളിച്ച്. അപ്പോൾ അഭിഷാൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അഭിഷാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീണ്ടും ഈ സ്കൂൾ പോർഷൻ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യണം. അഭിഷാൻ ഹാസ് ബിയർഡ് നോ. അപ്പോൾ അഭിഷാൻ എൻ്റെ അടുത്ത് കണ്ടെടുപ്പോൾ പറഞ്ഞു, കല്യാണத்துக்கு அப்புறம் ഷേവ് பண்ணக்கூடாதுன்னு நினச்சேன், നീ കാരണം ഞാൻ ഷേവ് ചെയ്യേണ്ടൊക്കെ വന്നടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. റിലീസ് Feb 6 അന്നും ഞാൻ അഭിഷാൻ ബ്രോനെ വിളിച്ചു. എനിക്ക് പ്രീമിയറിനൊന്നും പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ഷൂട്ടിലായിരുന്നു. അപ്പോൾ മദൻ ബ്രോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ധാർത്ഥ് ഐ എം വെരി ഹാപ്പി ഫോർ യു. നിൻ്റെ പേരെടുത്ത് 3-4 ഡയറക്ടേഴ്സ് നിൻ്റെ പേരെടുത്ത് പറഞ്ഞു, നിൻ്റെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ കാസ്റ്റഡ് യു ഫോർ ദിസ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അനശ്വരയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അഭിഷാനായിട്ട് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പക്ഷെ അനശ്വര ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അനശ്വര ഉണ്ടായിരുന്നു, അനശ്വരയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സീൻ ചെയ്തപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഹായ് എന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് അനശ്വര ഈസ് ഓൾസോ ഫ്രം കണ്ണൂർ. അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അനശ്വരയുടെ അമ്മ പറഞ്ഞു ഇതുപോലെ, സിദ്ധാർത്ഥ മോൻ നല്ലപോലെ ചെയ്തോട്ടോ, ആ സീൻ നല്ല രസമുണ്ട് കാണാൻ, ഒരു വില്ലൻ ലുക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ ഇതിൽ ഞാൻ നെഗറ്റീവ് ഷെയ്ഡല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട് ടീച്ചർ എന്നൊരു പടത്തിൽ ഞാൻ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. കണ്ണ് ഭയങ്കര പവർഫുള്ളാണ്, അപ്പോൾ സിദ്ധാർത്ഥ അത് നല്ലപോലെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് വീണ്ടും അനശ്വരയുടെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ സിദ്ധാർത്ഥ് കണ്ണൂരാണ്, നമ്മുടെ നാട്ടുകാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അനശ്വര വാസ് ലൈക്ക് വെരി ഫ്രണ്ട്ലി ആണ്. അപ്പം എനിക്ക് ഐ വാണ്ടഡ് എ പിക്ചർ വിത്ത് അനശ്വര ആൻഡ് അഭിഷാൻ. അപ്പോൾ അഭിഷാൻ പുള്ളിക്കാരൻ ഇപ്പുറത്ത് നിന്ന് വേറെ ആരായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനശ്വര ചോദിച്ചു, ക്യാൻ വി ടേക്ക് എ പിക്ചർ? എന്താ എടുക്കാമല്ലോ. ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ട് സൈഡിൽ അഭിഷാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. ആക്ച്വലി ഐ വാണ്ടഡ് ടു ടേക്ക് എ പിക്ചർ വിത്ത് ബോത്ത് ഓഫ് ദം ടുഗെദർ. പക്ഷെ എനിക്ക് അപ്പുറത്ത് പുള്ളിക്കാരൻ ബിസി ആയിരുന്നുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് പോയി എടുക്കാന്നുള്ളത് വിട്ടു. പുള്ളിക്കാരൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഫോട്ടോ എടുത്ത് കണ്ടിട്ട് അഭിഷാൻ വന്നിട്ട് ഇങ്ങനെ, ആ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴായിരുന്നു ഞങ്ങളൊരു 3 ഫോട്ടോ എടുത്തായിരുന്നു മാറി മാറി. അനശ്വരയുടെ റിയാക്ഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അഭിഷാൻ വരുന്നത് കണ്ട്
ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല അവൻ. അങ്ങനെ ഒരു ഇതിൽ നല്ല രസമുണ്ടായിരുന്നു. ഈ ഷിബുവിലായാലും നമ്മൾ ഏറ്റവും ആദ്യമേ ശ്രദ്ധിക്കുന്ന ആ കണ്ണാണ്, ഒരു ആകാംക്ഷയുള്ള കണ്ണ്. ആ ബ്രേക്ക് ഡാൻസ് ഒക്കെ പോയി കാണുമ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ കുട്ടീന്റെ ക്യൂരിയോസിറ്റി നമുക്ക് പെട്ടെന്ന് ഹിറ്റ് ആവും. അതുപോലെ തന്നെയാണ് വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ. സന്ദീപ് എന്നല്ലേ ടീച്ചറിന്റെ പേര്? എന്റെ അമ്മേ ദേഷ്യം വരും. സട്ടിലായിട്ട് ഒരു സ്കൂൾ പിള്ളേരുടെ അകത്തുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡാണത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഐസ് കുറേ പേര് കണ്ണിൻ്റെ കാര്യം കുറേ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് കൂടുതലും പെർഫോം ചെയ്യാൻ പറ്റിയത് ഐസ് വെച്ചിട്ടാണ്. ഡയലോഗ്സിലല്ല ശരിക്കും. ഡയലോഗ്സിലുണ്ട് കുറേ കാര്യങ്ങൾ. ബട്ട് ദെൻ അമലപ്പോൾ വരുമ്പോൾ കാറിലിരിക്കുന്ന ഒരു സീനിൽ തിരിഞ്ഞു നോക്കുന്നതും അതൊക്കെ കൂടുതൽ എന്നെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ത്രൂ മൈ ഐസ്. അതെനിക്ക് ഡയലോഗ്സ് ഓഫ് കോഴ്സ് ഉണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ കുറേ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെട്രോൾ ബോംബ്, അത് ആസിഡ് എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ പിന്നെ അവസാനം ക്ലൈമാക്സിൽ നമ്മളപ്പോൾ ആ റൂമിൻ്റെ അകത്ത് ഞങ്ങൾ എൻട്രി, അതിലും ഞാനിങ്ങനെ ഒരുമാതിരി നോക്കിയിട്ടൊക്കെ വരുന്നില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പെർഫോമൻസ് കണ്ടിട്ട് ഓഹോ ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊക്കെ തോന്നിയില്ല. പക്ഷെ ആൾക്കാർ മെസ്സേജ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ കണ്ടപ്പോൾ അടിച്ച് കൊല്ലാൻ തോന്നി നിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ഹാപ്പി. ഫോർ ദ ഫസ്റ്റ് ടൈം വാസ് ലൈക്ക് ഒരാൾ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്. ബിക്കോസ് ദാറ്റ് ക്യാരക്ടർ വർക്ക്ഡ് ഫോർ ദാറ്റ്. ടീച്ചറിന് ടീച്ചറിൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ഇതാ മാട്ടിനെ ഈ പടം കണ്ടപ്പോൾ എൻ്റെ അച്ഛമ്മ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തെണ്ടി ദുഷ്ടൻ, ഇവനൊക്കെ കൊല്ലണം ഇങ്ങനത്തെ ചെക്കന്മാരെന്നൊക്കെ മറന്നു കൊച്ചുമോനാന്നല്ലേ. അത് ചെയ്ത് കഴിഞ്ഞപ്പോ സിമിലർ റോൾസിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അതിനുശേഷം 1-2 വന്നു. പക്ഷെ അതൊന്നും ഞാൻ വേണ്ടാന്ന് വെച്ചതല്ല, അത് പല കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ പോയതാ. പിന്നെ അതിനുശേഷം മോസ്റ്റ്ലി എനിക്ക് വരുന്നതൊക്കെ മോസ്റ്റ്ലി ഷിബു റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രജിസ്റ്റർ ആയത് ആ ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഇവിടെ നാട്ടില്. തമിഴില് ഓഫ്കോഴ്സ് അത് ഞാൻ മീം ബോയ്സ് എന്നൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ജംബോ എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് ഇത് തന്നെ കേട്ടോ, ഓൾമോസ്റ്റ് ഈ ഷെയ്ഡൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അത് എൻ്റെ ബൈ നേച്ചർ ഞാൻ കുറച്ച് അങ്ങനെ നിൽക്കുന്ന ആളാണ്. എനിക്ക് ഐ ലൈക്ക് ടു make people laugh, make people like me through cracking jokes. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ പ്രിയദർശൻ സാറിന്റെ ഒരു പടത്തിൽ ചെയ്തു, അത് ഇറ്റ്സ് നോട്ട് എ ഫണ്ണി ക്യാരക്ടർ, ബട്ട് ദെൻ അതിലുണ്ട് കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ ഫണ്ണി ഉണ്ട്. എന്നാലും അത് കുറച്ച് വേറൊരു ഫ്ലേവറിലുള്ള ഒരു ക്യാരക്ടറാണ് ഊർവശി ചേച്ചിയുടെ കൂടെ. ഊർവശി മാമിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് സിനിമ തുടങ്ങുന്നതേ നിങ്ങൾ ഒന്നിച്ചുള്ള യാത്രയാണ് ബൈക്കിൽ. ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ റിയലി ഫൺ അല്ലേ? ഒരു അത്രയും വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ബൈക്കിൽ കൊണ്ടുപോവുക, അത് തുടക്കത്തിലും അവസാനത്തിലും. മാമിന്റെ 700th ഫിലിം ആയിരുന്നു അത്. 700. ഞാൻ കേട്ടപ്പോൾ ഞാൻ വെച്ച് ഇത് വെറുതെ പറയുകയാണോ ആൾക്കാർ, കാരണം 1-2 ADs ഇങ്ങനെ പറയുന്നുണ്ട് മാമോട് 700th പടം ഉണ്ടായത് എന്നൊക്കെ. പൊള്ളാച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ പേപ്പറിൽ എന്തോ ഒരു ആർട്ടിക്കിൾ കണ്ട്, അതുപോലെ അപ്പത്താന്നൊരു പടം പ്രിയൻ സാറിൻ്റെ കൂടെ ഒരു ചേച്ചി ചെയ്യുന്നുണ്ട്, അപ്പോൾ 700th ഫിലിം ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ സീൻ തന്നെ മാമായിട്ട് ചെയ്തത്, ചേച്ചിയുടെ ഞാൻ ചെയ്തത് ഒരു ചെറിയൊരു പുഴക്കരയിൽ പുള്ളിക്കാരി മാങ്ങൊക്കെ കഴിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അച്ചാറിൻ്റെ പരിപാടി സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് അപ്പത്താ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ അന്നാണ് കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്തോ ഈ മാങ്ങ എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുക, റിഹേഴ്സലൊന്നുമല്ല, വെറുതെ പുള്ളിക്കാരി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഫുള്ള് സ്ക്രിപ്റ്റൊക്കെ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരി കാഷ്വലി അവിടെ അത്രയും എക്സ്പീരിയൻസ് അല്ലേ. ചേച്ചി കണ്ടു, പേപ്പർ കണ്ടു, അവളതാണ്. അപ്പം ഓക്കെ മോനെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കൊടുത്തു. പിന്നെ ആ സമയത്താണ് എൻ്റെ ക്യാരക്ടർ ശക്തി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ ചേച്ചി ഇത് ശക്തി, സിദ്ധാർത്ഥ് എന്നാണ് പേര്, മോനെ വാ ഇരിക്കി എന്ന് പറഞ്ഞ് ഇരുത്തി, എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. 2 മിനിറ്റ് കോൺവെർസേഷൻ. പക്ഷേ ഷീ ഈസ് സോ പവർഫുൾ ദാറ്റ് ആ ഒരു 2 minutes ഓഫ് കോൺവെർസേഷൻ വാസ് ലൈക്ക് മച്ച് ഇനഫ് ഫോർ മീ ടു ബോണ്ട് വിത്ത് ഹർ. 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ, പക്ഷേ ഐ ഫെൽറ്റ് ഷീ ഈസ് മൈ അപ്പത്ത, ഐ ഫെൽറ്റ് ഐ എം ശക്തി. അങ്ങനെ ഒരു ബോണ്ടിങ് അവിടെ തന്നെ ക്രിയേറ്റ് ആയി. പിന്നെ അങ്ങോട്ട് എനിക്ക് ത്രൂ ഔട്ട് ദ പടം ഞാൻ അങ്ങോട്ട് വെറുതെ പോയിട്ട് ഷോട്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് അവസാനത്തെ ദിവസം ക്യാരവനിൽ ഒരു 5 മിനിറ്റ് വി ഹാഡ് എ വെരി നൈസ് കോൺവെർസേഷൻ. ചേച്ചി എല്ലാവരും പോയതിനു ശേഷം സിദ്ധാർത്ഥിനെ വിളിക്കുക, ശക്തിനെ വിളിക്കുന്ന പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി. ചേച്ചി സ്പോക്ക് ടു മീ ഫോർ എ വൈൽ, ഒരു 5 മിനിറ്റ് സംസാരിച്ചു, കുറച്ച് സജഷൻസും ഐഡിയാസൊക്കെ തന്നു. എന്നിട്ട് എടുത്ത ഫോട്ടോ ഞാൻ അതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ചേച്ചി വിളിച്ചിട്ട് ഞാൻ പോയി എടുത്ത ഫോട്ടോ ആണത്. പെർഫോമൻസിനെ പറ്റി എന്തെങ്കിലും കോമന്റ്സ് പറഞ്ഞിരുന്നോ? ക്യാരവന് കയറിയതിനു ശേഷം സിദ്ധാർത്ഥ മോനെ നല്ലപോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതല്ല ഇമ്പോർട്ടന്റ്, ഡിസിപ്ലിൻ. നീ ഏത് സെറ്റിൽ പോയാലും എവിടെ പോയാലും പോയില്ലേലും നീ ഈ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിലും വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോയാൽ പോലും നീ ഈ സെറ്റിൽ കാണിച്ചൊരു ഡിസിപ്ലിൻ ഞാൻ നോട്ടീസ് ചെയ്തു.
ആ ഡിസിപ്ലിൻ എപ്പോഴും ഉണ്ടായിരിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ എന്നാണ് പറഞ്ഞത്. ആൻഡ് പ്രിയദർശൻ സാറിന്റെ മൂവിയിലാണ് ഞാൻ ഒരിക്കലും അപ്പൊ തന്നെ ഞാൻ കണ്ടു മൂവി, പക്ഷെ പ്രിയദർശൻ സാർ ചെയ്യുന്ന ഒരു ടൈപ്പ് മൂവി അല്ല അത്. അല്ലേ? ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വേർഷൻ കാണുന്നത്. ഹൗ വാസ് ഇറ്റ് അക്കോർഡിംഗ് ടു യു? ലൊക്കേഷനിലേക്ക് പോയിട്ട് പ്രിയൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു AD എന്നെ വിളിച്ചുകൊണ്ട് പോയി, സർ ശക്തി എന്ന് പറഞ്ഞു. ആ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ്. ആ എൻ്റെ മോൻ്റെ പേരും സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ് ചിരിച്ച്. അപ്പോൾ തന്നെ എനിക്ക് ക്യാരക്ടർ ബ്രേക്ക്. അതുവരെ ഞാൻ കേട്ടിട്ടുള്ളത്, എടാ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണ് ആൾക്കാർ, കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ടൊക്കെ നിൽക്കണേ, വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടത് തന്നെ. പക്ഷേ പേഴ്സണലി പോകുമ്പോഴത്തേക്കുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അവിടെ പോയപ്പോൾ തന്നെ അത് ബ്രേക്ക് ചെയ്ത് ഒരു അത് ഫൺ കണക്ട് കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ഫുൾ നല്ല രസമായിരുന്നു. ഞാൻ ചെന്നൈയിലായിരുന്നു ഡബ് ചെയ്തത്. അപ്പോൾ ഡബിങ്ങിന് പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ ആയിരുന്നു ഡബിങ് സ്റ്റുഡിയോ, ഓൺ സ്റ്റുഡിയോ. അപ്പോൾ അപ്പോഴും ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇന്ന് സാർ ഐ എം ലീവിങ് എന്ന് പറഞ്ഞപ്പോൾ എവിടെ പോകണം, ചായ ഒക്കെ കുടിച്ചിട്ട് പോകാം ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു ലോൺ ഉണ്ട്, അവിടെ ഇരുത്തിയിട്ട് ചായ കൊടുത്തു. പിന്നെ സംസാരിച്ചു, ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് നീ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു. അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇരുത്തി. ഞാനൊരു ഐ എം നോട്ട് ഈവൻ എ ബിഗ് ആർട്ടിസ്റ്റ്, ഞാനൊരു ആർട്ടിസ്റ്റേ ഉള്ളൂ, ഞാനൊരു വെൽ നോൺ എസ്റ്റാബ്ലിഷ്ഡ് മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് ആയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ടും പുള്ളിക്കാരൻ എന്നെ വിളിച്ചത് ശക്തി എന്നാണ്. പ്രിയൻ സാറിന്റെ അടുത്താണെങ്കിലേ ഓരോ ഡയറക്ടേഴ്സിനും ഓരോ രീതി ഉണ്ടല്ലോ, അവർ ഹാപ്പി ആണോ സാറ്റിസ്ഫൈഡ് ആണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാറിന്റെ അടുത്ത് അത് എങ്ങനെയായിരുന്നു? സാറിൻ്റെ അടുത്താണ് ഏറ്റവും ഫണ്ണ്. സാറ് നമ്മൾ യൂഷ്വലി ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒന്ന് റിഹേഴ്സ് മോണിറ്റർ നോക്കാൻ മോനെ ചെയ്തിട്ട് ടേക്കിലേക്ക് പോകാമെന്ന്. അപ്പോൾ സിദ്ധാർത്ഥ ഇതാണ് സാധനം അറിയാലോ, ഡയലോഗ്സ് അറിയാലോ, ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കാം മോൻ, ചെയ്തോ, ടേക്കിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തോ എന്ന് പറയും. ഞാനപ്പോൾ ഫണ്ണായിട്ട് കാഷ്വലായിട്ട് റിഹേഴ്സലല്ലേ, കാഷ്വലി ഒരു ഷോട്ടൊക്കെ ഉണ്ട്, ബൈക്കിൽ ഞാൻ ഇറങ്ങി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റ് താഴെ വീഴും, അതെടുത്തിട്ട് ഞാൻ അത് റിഹേഴ്സലല്ലേ, ഹെൽമെറ്റ് വീണെങ്കിൽ വീണോട്ടെ, ഞാൻ ഇങ്ങനെ കാഷ്വലി ഇത് പൊസിഷൻ നോക്കാൻ വേണ്ടി, ഫൈനലും മാർക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസിലൊക്കെ അടിച്ച് ഈ ഹെൽമെറ്റൊക്കെ വെച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ആ ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ടേക്കാ, അത് റിഹേഴ്സലല്ലായിരുന്നു. അല്ലല്ല അത് റിഹേഴ്സലാണ്, അത് ടേക്കും ആണെന്ന് പറഞ്ഞിട്ട് ചില സീൻസൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നത്. ലൈക്ക് റിഹേഴ്സ് ചെയ്യാന്നൊക്കെ പറയും, പക്ഷെ അവിടെ കിട്ടുന്ന ഒരു ഒറിജിനാലിറ്റി, ഒരു ഓർഗാനിക് സാധനം പുള്ളിക്കാരൻ അതിൽ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അതേപോലെ വെക്കും. സോ അങ്ങനെ ഏറ്റവും എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത മൂവി എന്ന് പറയാനാണെങ്കിൽ ഏതായിരിക്കും? എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മൂൺ വാക്ക് തന്നെയാണ്. അത് ബിക്കോസ് ആ ഒരു ഏജിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഐ വാസ് 18 ഇയേഴ്സ് ഓൾഡ് ആ സമയത്ത്, 18-19. അപ്പോൾ ഫസ്റ്റ് ഫിലിം ആൻഡ് ഞാൻ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് ഇപ്പോൾ ഈവൻ നൗ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ദാറ്റ് ക്യാൻ നെവർ ബി മാച്ച്ഡ് വിത്ത് ദ ഫസ്റ്റ് പ്രോജക്റ്റ് വി ഡിഡ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ എന്നിട്ട് പുതിയൊരു സ്ഥലമാണ്, ആൻഡ് ഓൾസോ പുതിയ ആൾക്കാരും പുതിയൊരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് അപ്രിസിയേഷൻസ്, ആ ഫസ്റ്റ് ഇംപ്രഷൻസ് അത് ക്രിയേറ്റ് ആയതും പിന്നെ എനിക്കൊരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്ത ആ ടീമാണ്. മോസ്റ്റ് ഫൺ അവിടെ തന്നെയായിരുന്നു. ഫുൾ ആ ടീം ബഹളം, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യവും എല്ലാം ഉണ്ടായിരുന്നു, അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും, ഇൻറ്റൻസ് ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്നേഹവും ഞങ്ങൾ അങ്ങോട്ട് കാണിച്ച് കെയറും, അതൊക്കെ ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഒരു 2 years 3 years ലേറ്ററാണ്. പടം റിലീസായ സമയത്ത് വെൻ വി ഓൾ മെറ്റ് ടുഗെദർ, പടം റിലീസായതിന് ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ കൊല്ലത്തിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെറിഷ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ്. മലയാളത്തിൽ പിന്നെ റൈഡാണ് ചെയ്തത്. ആ റൈഡ് എന്നൊരു പടം ചെയ്തു. റൈഡിന് ഒരുപാട് പുതുമകളുള്ള ഒരു സിനിമയാണ് അത് ഡയറക്ടർ വാസ് നോർത്ത് ഇന്ത്യൻ, ഹാഫ് മല്ലു, പക്ഷെ അത് എൻ്റയർ പ്രൊഡക്ഷൻ ടീമൊക്കെ ദേ ആർ ഓൾ ഫ്രം മുംബൈ. അപ്പൊ അവർക്കും മലയാളത്തിൽ ഫസ്റ്റ് പടമാണ് അവരുടെ. അപ്പൊ ദേ വർ ഓൾസോ ഓൾ എക്സൈറ്റഡ്. ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കും, പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് ഡയറക്ഷൻ ടീമിൽ നിന്നൊക്കെ എൻ്റെ അടുത്ത് ഈ ഡയലോഗ് ഇങ്ങനെ മതിയോ, ദാറ്റ്സ് വെരി സംതിങ് ന്യൂ റൈറ്റ്. ആരും ഡയറക്ഷൻ ടീം നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കറക്ഷൻസോ സജഷൻസോ ചോദിക്കില്ല. ഇവിടെ അഗെയിൻ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഏത് പടം ചെയ്താലും ആരും നീ മോശമായിട്ട് പെർഫോം ചെയ്തെന്ന് പറയില്ല. ഈവൻ ഇഫ് വി ഡു, നമ്മൾ കൊളാക്കിയിട്ടുണ്ടെങ്കിലും നന്നായി സിദ്ധാർത്ഥ സൂപ്പറായെന്ന് പറയുള്ളൂ. പക്ഷേ ബട്ട് ദെൻ യു ക്യാൻ ഫീൽ ഇഫ് പീപ്പിൾ ആർ ജെന്യൂൻ, നമുക്ക് ഫീൽ ആവും അത്. വെറുതെ പറയുന്നതിലും ജെന്യൂൻ ആയിട്ട് പറയുന്നതിലും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ മാല പറിച്ച് എന്നെ ഒന്ന് ഹഗ് ചെയ്തിട്ട് സംസാരിച്ചൊക്കെ എനിക്ക് ഐ ക്യാൻ ഫീൽ ദാറ്റ് ഷീ ഈസ് ബീങ് ജെന്യൂൻ. ശ്രീകാന്തേട്ടൻ്റെ കൂടെയും രണ്ടാമത്തെ മൂവി അല്ലേ, ചേട്ടൻ്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീകാന്ത് ഏട്ടൻ മൂൺ വാക്കിലെ ലൈക്ക് എല്ലാവർക്കും ഒരു അച്ഛനായിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന ഒരു പേഴ്സൺ ആണ്.
കോഴി വേണോടേ ബീഫ് പോരെ. എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛനായിട്ടായിരുന്നല്ലോ മൂൺ വാക്കിൽ, ഇതിൽ എൻ്റെ അച്ഛനായിട്ടാണ് റൈഡിൽ. അതിൽ ജേക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ അച്ഛനായിട്ടാണ്. അപ്പോഴേ എനിക്ക് ഇതുപോലെ ഒരു അച്ഛൻ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു ഫീല്. മൈ അച്ഛനമ്മേ എനിക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. പടത്തിൽ ഞാൻ ഉദ്ദേശിച്ച ഫിലിമിൽ അത്രയും ക്ലോസ് ആണ്, അത്രയും പ്യുവർ ആയിട്ട്. നമ്മൾ എപ്പോൾ കണ്ടാലും യൂഷ്വലി സെറ്റിലേക്ക് പോകുമ്പോൾ ഹായ് ചേട്ടാ എന്നൊക്കെ ഹായ് അങ്ങനെ പറയുന്ന ആളല്ല. കെട്ടിപ്പിടിക്കും, കെട്ടിയൊക്കെ പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പറയും എവിടെ ആയിരുന്നു ഇത്രയും ദിവസം, നമുക്ക് വേറെ പടങ്ങളൊക്കെ ചെയ്യണ്ടേ, നീ ഫുഡ് കഴിച്ചോ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശ്രീകാന്ത് മുരളി ചേട്ടൻ. കറന്റ്ലി സീരീസുകളാണ് ചെയ്യുന്നത്. തമിഴിൽ മീൻ ബോയ്സ് അല്ലാതെ ചെയ്ത സീരീസ് ഏതാണ്? തമിഴിൽ ഞാൻ ആമസോണിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തായിരുന്നു, മോഡേൺ ലവ് ചെന്നൈ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തായിരുന്നു, ഒരു ആന്തോളജി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തമിഴിലൊരു ഹോട്ട്സ്റ്റാറിലൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, വൺ ഓഫ് ദ ലീഡ്സ് ആയിട്ട്. അതേപോലെ മലയാളത്തിലും വൺ ഓഫ് ദ ലീഡ്സ് ആയിട്ട് ഒരു ഹോട്ട്സ്റ്റാറിൽ തന്നെ ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ഈ 2 പ്രോജക്ട്സ് ആണ് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂവീസ് എന്തെങ്കിലും? മൂവീസ് 1-2 പ്രോജക്ട്സ് ടോക്സിലാണ്. ഞാൻ അതിന്റെ ഡിസ്കഷൻസിൽ, അത് ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ആയതിനു ശേഷം അറിയാം ഞാൻ ഉണ്ടോ ഇല്ലയോ. മലയാളവും തമിഴും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഇപ്പം ഒരു ആഗ്രഹം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഫേമസ് ആവാനാണ്, അല്ലെങ്കിൽ അവിടുത്തെ താരമാണെന്ന് അറിയപ്പെടാനാണ് താല്പര്യം? വെരി നൈസ് ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഈ ലാംഗ്വേജിൽ ഞാൻ ഹിറ്റ് ആവണം അല്ലെങ്കിൽ ഫേമസ് ആവണം അങ്ങനെയല്ല. മൈ കോൺസെപ്റ്റ് ഇസ് ഐ വോണ്ട് ടു ബി ഇൻ സിനിമ. ഇറ്റ് ക്യാൻ ബി ഹിന്ദി, മലയാളം, തമിഴ്. ഇഫ് ഐ എം ഗെറ്റിംഗ് ഫേമസ് ഹിയർ, ഇഫ് ഐ എം നോട്ട് ഗെറ്റിംഗ് ഫേമസ് ദയർ, അല്ലെങ്കിൽ അവിടെ ഫേമസ് ആയി അല്ലെങ്കിൽ ഞാൻ ഫേമസ് ആയില്ലേലും ഐ ജസ്റ്റ് വോണ്ട് ടു ബി ഇൻ സിനിമ. ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് സിനിമ ത്രൂ ഔട്ട് മൈ ലൈഫ്. അത്രേ ഉള്ളൂ. വൺ ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പോ അന്ന് 9ാം ക്ലാസ്സിൽ ഓഡീഷന് പോയി പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞ ആ കുട്ടി ഉണ്ടല്ലോ, അത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പോയിന്റ്. എന്റെ കണ്ണ് നിറയുന്ന ഇപ്പൊ അത് ആലോചിക്കുമ്പോ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അത് അന്നത്തെ അല്ലല്ല, അത് കരയുന്നത് എന്തുകൊണ്ടെന്ന് അറിയോ? ഞാൻ അതുവരെ ഞാൻ കരാട്ടെ, പിന്നെ ഡാൻസ് കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. പിന്നെ 1-2 ഞാൻ ഡ്രോയിങ്ങിലൊക്കെ ഇടയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഡ്രംസ് വായിക്കുമായിരുന്നു. ഇതിലൊക്കെ പോയിട്ട് ഞാൻ കരാട്ടെ ടൂർണമെൻറ്റൊക്കെ പോയിട്ട് ഇടി മേടിച്ച് തോറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഐ ഹവ് നെവർ ക്രൈഡ് ഫോർ എനിത്തിങ്. പക്ഷെ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ, ഓൾ മൈ എഫേർട്സ് ഹവ് ഗോൺ ഇൻ ടു ഡ്രെയിൻ എന്നുള്ളൊരു ഫീല് വന്ന്. ആ സമയത്ത് എഫേർട്സ് ഒന്നും അല്ല ശരിക്കും, പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റാഞ്ഞതിൽ വിഷമം വന്ന് കരഞ്ഞത് ആദ്യമായിട്ട് അവിടെ ആയിരുന്നു. ആക്ച്വലി ഐ വോണ്ടഡ് ടു ആസ്ക് യു ദിസ്. ആ കുട്ടിയോട് ഇപ്പോഴത്തെ സിദ്ധാർത്ഥിന് പറയാനുള്ളത് എന്താണെന്നാണ്? അന്നത്തെ സിദ്ധാർത്ഥിന് ഞാൻ പറയണമെങ്കിൽ ഐ എം താങ്കിങ് ദാറ്റ് ഓൾ സിദ്ധാർത്ഥ് ഫോർ ക്രൈങ് ദാറ്റ് ഡേ. അന്ന് കരഞ്ഞുകൊണ്ടാണ് ആ ഒരു ഫയർ ഗോട്ട് ഇനിഷ്യേറ്റഡ്. അല്ലെങ്കിൽ ആ ഒരു ഇഗ്നിഷൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഓഡിഷൻ തോറ്റാൽ പോണെങ്കിൽ പോട്ടു, ഞാൻ വേറെ ജോലി നോക്കി പോകും, ഞാൻ അവിടെ വിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിലെങ്കിലും എത്തിയിട്ടുണ്ടാവില്ല. സോ ഐ ഫീൽ ദാറ്റ് the day I cried was the right thing to do. It's nice that I cried that day because I wanted to be here this day. അങ്ങനെ. Oh, so good. Hero or villain roles? ബോത്ത് പറയാൻ പറ്റില്ലല്ലേ? എനിക്ക് ബോത്താണ്. രണ്ടും വേണം. Okay, on screen romance or action scenes? ഇങ്ങനെ ചോദിക്കുക, ഇത് ബോത്താണ്. ബട്ട് ഐ തിങ്ക് റൊമാൻസ് ഇതുവരെ തുടങ്ങിയില്ല. റൊമാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും. One scene you will never forget? One scene I'll never forget, ടീച്ചറിലെ ഫൈറ്റ് സീക്വൻസ് ക്ലൈമാക്സിലെ ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ടെന്നൊക്കെ. ഓക്കെ, ഡയറക്ടർ യു വുഡ് ലവ് ടു വർക്ക് വിത്ത്? ഇവിടെ അമൽ നീരജ് സാറിൻ്റെ പടത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ പേരുണ്ട്, പക്ഷെ ഐ തിങ്ക് അമൽ നീരജ് സാറിൻ്റെ പടം. പിന്നെ അവിടെ വെട്രിമാരൻ സാറിൻ്റെ പടത്തിൽ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തമിഴ് അല്ലേ? റൈറ്റ്. ഇഫ് യു വേർ ഇൻവിസിബിൾ ഫോർ എ ഡേ, വാട്ട് വുഡ് യു ഡു? I would get into, I'll sit with the director and learn everything as possible. Okay. Like so that I can perform better in the next film. Okay. കൂടെ ഇരുന്ന് എപ്പോഴും ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഡൗട്ട്സ് ഒക്കെ. അപ്പോൾ ഇരുന്ന് ആ കൂടെ തന്നെ ഇരുന്ന് ഐ തിങ്ക് ഐ ലേൺ വിത്ത് സം ഹോളിവുഡ് ഡയറക്ടർ. If you were not an actor, what job? I wanted to become a rapper. ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. I think I'll start doing that too. പക്ഷേ ഇതല്ലെങ്കിൽ I'll become a teacher. I want to teach. One word fans use for you? Fans for me? ആരെങ്കിലും കാണുമല്ലോ. അത് ഓരോ പടം വരുമ്പോഴും ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്. എനിക്കിന്ന് റീസെൻറ്റ് ടൈംസിൽ ഐ എം ഗെറ്റിംഗ് കോൾഡ് ജാഫർ വിത്ത് ലവ്. കാരണം ഞാൻ ചെന്നൈയിലും പുറത്തിറങ്ങുമ്പോഴൊക്കെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ദേ കോൾ മീ ജാഫർ എന്ന് പറഞ്ഞിട്ട്.
ഷിബു. ഞാൻ ഷിബു ആ ഷിബു, നാട്ടില് ഷിബു ആണ്. അതെ അതെ. ആയിട്ട്. മോസ്റ്റ് എംബാരസിംഗ് മൊമെന്റ്. എംബാരസിങ് മൊമെന്റ് ഞാൻ ഏത് പടമാണെന്ന് ഞാൻ പറയുന്നില്ല. പടം റിലീസ് ഡേറ്റ്, അതായത് ഒരു ഡേറ്റിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത് ടിക്കറ്റ്സ്, ഞാനും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട്, ഒരു 4 പേര്. ഞങ്ങളെല്ലാവരും പോയത് 2 ദിവസം മുമ്പേ ആണ് തിയേറ്ററിലേക്ക്. അതായത് മറ്റന്നാളാണ് റിലീസ്, പക്ഷെ എൻ്റെ മൈൻഡിൽ നാളെ ആണെന്ന് റിലീസ് എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി. അവരൊക്കെ കുറച്ച് ദൂരെ നിന്ന് വന്ന ആൾക്കാരാണ്. ഞാൻ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി, എൻ്റെ പടം റിലീസായി, കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ പടം നാളെയാണ് റിലീസ് എന്ന് അറിഞ്ഞത്. എല്ലാവരും കൂടെ തിരിച്ചു പോയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. അവര് റിയാക്ട് ചെയ്യുമല്ലോ, എൻ്റെ ക്ലോസ് പീപ്പിൾ ആയിരുന്നു അവരൊക്കെ. നല്ല തെറി വിളിച്ചു. One final question. What's your comfort food? കംഫർട്ട് ഫുഡ് എനിക്ക് എഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. മുട്ടയില്ലാതെ എനിക്കൊരു ദിവസം അനങ്ങൂല. ഐ തിങ്ക് ഐ ഈറ്റ് എഗ്സ് ഫോർ എവറി ഡേ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റേപ്പിൾ. എഗ്സ് എനിക്ക് 3 എഗ്സ്, 2 ഹോൾ എഗ്സ് ആൻഡ് എഗ് വൈറ്റ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഫ്രൂട്ട്സ് വിത്ത് നട്ട്സ് ആൻഡ് സീഡ്സ് ഓൺ ഇറ്റ്. ഇതാണ് എൻ്റെ പിന്നെ സമ്മറിലാണെങ്കിൽ തൈർ സാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൈർ സാദം ആൻഡ് പൊട്ടാറ്റോ ഫ്രൈ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? അമ്മ ദോശയാണ്. അമ്മ വീട്ടിൽ പോകുമ്പോൾ, ഞാൻ എപ്പോഴും ചെന്നൈയിൽ നിന്ന് കോളേജ് പഠിക്കുമ്പോഴും പിന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും എനിക്ക് ആദ്യം കിട്ടുന്നത് ദോശയും സാമ്പാറോ, ദോശയും ഒരു ടൊമാറ്റോ ചട്നി ഉണ്ട്, അത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ദോശ തമിഴ്നാട്ടിലെ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്, അത് വീട്ടിലുണ്ടാക്കും. അത് വിശന്നുപോയി. സിനിമയിൽ തന്നെ നിൽക്കാൻ പറ്റട്ടെ, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു താരമായി മാറട്ടെ. Thank you. It was really nice talking with you. Thank you so much. Thank you for calling me here.